ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൻ ലൈഫ് ഗീവ് യു ടാങ്കറിൽ നിന്ന് സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 7th എപ്പിസോഡാണ്. ഇങ്ങനെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഏസന്റെയും ഗ്വൺസിക്കിന്റെയും ഏറ്റവും ഇളയ മകനായിട്ടുള്ള ഡോങ് മരിച്ചതും പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മ്യങ് വലുതായിട്ട് സിയോളിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പോയതും അവിടെ വെച്ച് യങ് എന്നൊരു പയ്യനുമായിട്ട് അവളുടെ റിലേഷൻഷിപ്പിൽ ആവുന്നതും നമ്മൾ കണ്ടതാണ്. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ മ്യങ്ങിന് അങ്ങനെ സിയോളിലേക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു വില്ലേജിലുള്ള എല്ലാവരും ചേർന്ന് അത് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അധികം നേരം അവർക്ക് അങ്ങനെ ആഘോഷിക്കുന്നേക്കാൾ മുമ്പ് തന്നെ അവിടേക്ക് ഇപ്പോഴത്തെ ആ ഒരു വില്ലേജിന്റെ ചീഫും ഒരു ലേഡിയും കുറെ പൊളിറ്റീഷ്യൻസ് ഒക്കെ കൂടി വന്നിട്ട് അവരുടെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ഒരു ഫ്രെയിം ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് വിടുന്നുണ്ട്. ഇത് കാരണം കൊണ്ട് തന്നെ അവിടെ മീനും മറ്റു സാധനങ്ങളൊക്കെ വിൽക്കുന്നവർക്ക് അവിടെ നിന്ന് പോവേണ്ടി വരികയും അവരുടെ കച്ചവടം തന്നെ നശിക്കും എന്നുള്ളത് കൊണ്ട് അവിടെയുള്ള ആൾക്കാരെല്ലാരും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പാവങ്ങളുടെ കന്നിയിൽ തന്നെ വേണോ ഇതൊക്കെ നടത്താനെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവരാകട്ടെ വീണ്ടും വീണ്ടും അവിടെയുള്ള കടകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവരുടെ ഡെപ്യൂട്ടി ചീഫായിട്ടുള്ള ഏസൻ അവിടേക്ക് വന്നിട്ട് അവരുടെ വണ്ടിയുടെ മുമ്പിൽ കിടന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കടകളെല്ലാം തകർത്ത് മുമ്പോട്ട് പോകണമെങ്കിൽ എന്റെ ഡെഡ് ബോഡീനെ കടന്നിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ കിടക്കുന്ന കാരണം കൊണ്ട് അവർക്കാർക്കും ഒരു പടി പോലും അനങ്ങാനായിട്ട് പറ്റിയില്ല. ഈ കാരണം കൊണ്ട് തന്നെ ആ ഒരു വഴിയിൽ ഫുൾ ഉണ്ടായിരുന്ന സാധാരണക്കാർക്ക് എല്ലാവർക്കും അവരുടെ ആഗ്രഹം പോലെ തന്നെ കച്ചവടം നടത്താനായിട്ടും സാധിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു വില്ലേജിൽ ഫുള്ള് അടുത്ത ചീഫായിട്ട് ഇലക്റ്റഡ് ആകുന്നത് ഏസൻ ആയിരിക്കുന്നു. ബോ എന്ന അവളുടെ ആ ഒരു ബ്ലൈൻഡ് ഡേറ്റ് ആയിട്ട് വന്ന ചീഫ് ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കൺവീനിയൻസ് ഒന്നും നോക്കാതെ അവന്റെ ഇഷ്ടത്തിന് കൈക്കൂലിയും വാങ്ങിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു നാട്ടിലുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളോട് ഈ ഇലക്ഷൻ നിൽക്കാനൊക്കെ ആയിട്ട് അവരുടെ ആന്റിമാര് പറയുമ്പോൾ എനിക്ക് പൊളിറ്റിക്സിൽ താല്പര്യമില്ലെന്ന് ഏസൻ പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ പണ്ട് അവരുടെ ചെറുപ്പമായിരുന്ന സമയത്ത് ഏസനോട് അവളുടെ ആഗ്രഹത്തിനെ പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് ക്ലാസ്സിലെ പ്രസിഡന്റ് ആകണമെന്നും അതൊക്കെ കഴിഞ്ഞ് വലുതാവുമ്പോൾ ഈ ഒരു വില്ലേജിന്റെ ചീഫ് ആകണമെന്നും അവൾ പറഞ്ഞതായിട്ട് ആ ഒരു ആന്റിമാര് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്തും എന്നത്തെയും പോലെ തന്നെ ഏസന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഗ്വൺസിക്കും ഇത് കേട്ടിട്ട് ഞാൻ എപ്പോഴും അവളുടെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ അവളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് ഗ്വൺസിക്ക് പറഞ്ഞതും അവരിപ്പോ ഏസനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മളെ ബോനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോ കുറെ പോർക്കും ഡ്രിങ്ക്സ് ഒക്കെ ഒരു നാട്ടുകാർക്ക് കൈക്കൂലിയായിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അവനെ തന്നെ ഇലക്ഷൻ ജയിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഏസന്റെ ആന്റിമാരും അവൻ കൊടുക്കുന്ന ഫുഡ് കഴിച്ചിട്ടായാൽ പോലും അവനെ പറ്റി കുറ്റം പറഞ്ഞു എന്ന് മാത്രമല്ല അവന്റെ മുമ്പിൽ വെച്ച് തന്നെ ഏസന് വേണ്ടിയിട്ട് അവർ വോട്ട് ചെയ്യുള്ളൂ എന്നും അവർ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അതിൽ കുറച്ചു പേര് ബോന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഏസന്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള യങ്ങിന്റെ ഒരു ലീഡേഴ്സിന്റെ മീറ്റിങ്ങിനായിട്ട് ഏസൻ നന്നായി തന്നെ അണിഞ്ഞൊരുങ്ങി സ്കൂളിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അവിടെ എത്തുമ്പോഴാണ് അവൻ തന്നെ പറ്റിച്ചതാണെന്നും ഇത് ലീഡേഴ്സിന്റെ മീറ്റിംഗ് ഒന്നല്ലെന്നും അവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചെയ്തിട്ട് പാരന്റിനെ കാണാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വിളിച്ചതെന്നും അവൾക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പിന്നീട് ടീച്ചറിനെ കാണുമ്പോൾ അയാളാകട്ടെ ഏസനെ പാർക്കിംഗ് ലോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടായിരുന്ന അയാളുടെ വണ്ടിയും കാണിച്ചു കൊടുത്തിട്ട് ഈയിടെയായിട്ട് യങ്ങിന്റെ പരിപാടി ഇതുപോലുള്ള കാറിന്റെ പേരുകളുടെ ഒന്നാമത്തെ ലെറ്റർ എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് സൊനാറ്റ എന്ന അവന്റെ കാറിന്റെ പേര് ഇപ്പൊ ഒനാറ്റ എന്ന് എഴുതി കിടക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള കാറുകളുടെ ഫസ്റ്റ് അക്ഷരങ്ങൾ എടുത്തു കൊണ്ടുപോയിട്ട് ഇവൻ എന്താ കാണിക്കുന്നതെന്നും ഒരു ടീച്ചർ ചോദിക്കുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഏസന്റെ തൊലി ഉരിഞ്ഞു പോകുന്നുണ്ട്. യങ്ങിന്റെ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു മ്യങ്ങിന്റെ കാര്യങ്ങൾ. അവളുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ട് നല്ല ഭംഗിയും അതുപോലെ തന്നെ ബുദ്ധിയുമുള്ള ഒരു സ്റ്റുഡന്റ് ആയിട്ട് അവൾ അറിയപ്പെടുന്ന കാരണം കൊണ്ട് അവളുടെ ഒപ്പം നടന്നിരുന്ന അവളുടെ ഫ്രണ്ട്സിന് തന്നെ അവളോട് നല്ല അസൂയും കുശുമ്പും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു ദിവസം അവർ നോക്കുമ്പോൾ അവള് വളരെ റിച്ച് ആയിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള ഒരു ബോയുടെ ഒപ്പം ഒരു കാറിൽ കയറി പോകുന്നത് കാണുമ്പോൾ ഇവൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ റിച്ചും ലുക്കും ഉള്ള ഒരു ആളെ കിട്ടിയതെന്ന് ആലോചിച്ചിട്ട് വീണ്ടും അവർക്ക് ഒന്നും കൂടി ജലസ് ആകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മ്യങ് ഇങ്ങനെ ഒരാളെ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ എങ്ങനെയൊക്കെയോ അവരുടെ വില്ലേജിൽ അറിഞ്ഞിട്ട് ബോ ആകട്ടെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്തിട്ട് ഏസന്റെ മകളായിട്ടുള്ള മ്യങ് ഇപ്പൊ അങ്ങോട്ട് പോയതുള്ളൂ എന്നും എന്നിട്ട് അവൾക്ക് ഇത്രയും റിലേഷൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് വെച്ച് ഏസനെ താഴ്ത്തിയിട്ട് ഇലക്ഷൻ ജയിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ള ആരും തന്നെ അവനെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതൊക്കെ കേട്ടിട്ട് ഏസന്റെ ആന്റിമാര് ഇപ്പൊ അവളുടെ അടുത്ത് വന്നിട്ട് ബോ നിന്റെ അടുത്ത് എന്തോരോ ദുഷ്ടത്തരങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നതാണ്, എന്നിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് അവൻ നിന്റെ മകളെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ മിണ്ടാതിരുന്ന് ഇങ്ങനെ കേൾക്കുന്നതെന്നും അവൻ നിന്നോട് ചെയ്ത ദുഷ്ടത്തരങ്ങളൊക്കെ അവരുടെ മുമ്പിൽ വെച്ച് നിനക്ക് വിളിച്ചു പറയാറുന്നില്ലേ എന്ന് അവർ ചോദിക്കുമ്പോൾ എനിക്കതിലൊന്നും താല്പര്യമില്ലെന്ന് ഏസൻ പറയുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ അവരുടെ ഒപ്പം ഏസന് സപ്പോർട്ടായിട്ട് ഇതിനു മുമ്പത്തെ എപ്പിസോഡിൽ ഏസൻ രക്ഷിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ബോന്റെ വൈഫ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഒരു ഒളിമ്പിക്സിന്റെ പേരും പറഞ്ഞ് ഇവരുടെ നാട്ടിലേക്ക് വന്ന ആ ഒരു ലേഡിയുമായിട്ട് ഈ ബോയ്ക്ക് ഒരു അഫെയർ ഉള്ളതായിട്ടും ബോ അവളുടെ കാലൊക്കെ പിടിച്ചിരിക്കുന്നത് ഏസൻ ഉൾപ്പെടെയുള്ള ആ ഒരു ഡൈവിംഗ് ടീം ഏസനായിട്ട് ഈ ഒരു കാര്യം പിന്നീട് ആരോടും പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെയൊക്കെയോ അത് പടർന്ന് പന്തലിച്ച് ലാസ്റ്റ്
ലാസ്റ്റ് ആ ഒരു വില്ലേജിലുള്ള എല്ലാവരും ഈ ഒരു കാര്യത്തിനെ പറ്റി അറിഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ ചീറ്റ് ചെയ്തവൻ നാളെ വില്ലേജിനെയും ചീറ്റ് ചെയ്യാനായിട്ട് മടി കാണിക്കില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവനെതിരെ വോട്ട് ചെയ്തിട്ട് ആ ഒരു ഇലക്ഷനിൽ ഇപ്പോൾ ഏസൻ തന്നെ ജയിക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ സന്തോഷത്തിൽ ഇതിരി ഓക്വേർഡ് ആയിട്ടാണെങ്കിലും ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് ഏസൻ അവിടെ കിടന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്ന കാണുമ്പോൾ യങ് ആകട്ടെ അമ്മ എന്തിട്ടാണ് ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വൻസിക്കിനോട് അവളെ പിടിച്ച് മാറ്റാനായിട്ട് പറയുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഇതുവരെ അവളിങ്ങനെ സന്തോഷത്തിൽ ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ലെന്നും ഇപ്പോഴെങ്കിലും അവളൊന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഗ്വൻസിക്കാകട്ടെ അവൾ കളിക്കുന്നത് നോക്കി ഇരിക്കുന്നുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമായാലും അവരുടെ പ്രണയം ഇപ്പോഴും ഒരു മാറ്റമില്ലാതെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ഗ്വൻസിക്കിന്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് പറ്റും. അങ്ങനെ അതൊക്കെ കഴിയുമ്പോൾ വൻസിക്ക് അവളെ പണ്ടത്തെ പോലെ തന്നെ പുറത്ത് കയറ്റിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് കണ്ട് എന്തോ പോലെ തോന്നിയിട്ട് യങ് നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവരുടെ യൂത്തിൽ എന്ന പോലെ അവര് രണ്ടുപേരും എൻജോയ് ചെയ്യുന്നു എന്ന് മാത്രമല്ല വൻസിക്കിന്റെയും ഏസന്റെയും മരിച്ചുപോയ ഏസന്റെ അമ്മയുടെ ആഗ്രഹം ആണ് ഇന്ന് പൂർത്തിയായതെന്ന് പറഞ്ഞ് പണ്ട് അവളുടെ അമ്മയുടെ കൈ പിടിച്ച് അവൾ നടക്കുന്ന സമയത്ത് അവളുടെ അമ്മ അവളുടെ അടുത്ത് വലുതാകുമ്പോൾ ഒരു ചീഫ് ആവണമെന്ന് പറഞ്ഞ കാര്യമൊക്കെ അവളിപ്പോൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ സ്വപ്നം നടന്നു എന്ന സന്തോഷത്തിൽ വൻസിക്കിന്റെ ഒപ്പം അവൾ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അതിന്റെയൊക്കെ സന്തോഷത്തിൽ അവൾ പിറ്റേ ദിവസം തന്നെ അവളുടെ ആന്റിമാർക്ക് കുറെ റൈസ് കേക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ സിയോളിലുള്ള മ്യങ്ങിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് എല്ലാ ദിവസവും അവളുടെ ഒപ്പം വരുന്ന ആ ഒരു വളരെ ഹാൻഡ്സമും റിച്ചും ആയിട്ടുള്ള എല്ലാവരും അവളുടെ ബോയ് ഫ്രണ്ട് ആണ് ഇന്ന് തെറ്റിദ്ധരിച്ച ആ ഒരു ചെക്കൻ ശരിക്കും ഒരു വലിയ ഫാമിലിയിലെ ഡ്രൈവർ ആണെന്നും അവളാകട്ടെ ആ ഒരു ഫാമിലിയിലെ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാണെന്നും ഇപ്പോൾ റിവീൽഡ് ആകുന്നുണ്ട്. അങ്ങനെ അവൾ പഠിപ്പിക്കുന്ന ആ ഒരു കുട്ടിയും കൂടിയിട്ട് അങ്ങ് നേരെ അവളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവളെ പഠിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും കൊച്ചാകട്ടെ പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ മോശമായതുകൊണ്ട് അതിലൊട്ടും തന്നെ താല്പര്യമില്ലെന്നും അവൾക്കാകട്ടെ ഒരു കെ പോപ്പ് ഐഡൽ ആവാനായിട്ടാണ് ആഗ്രഹമെന്നും അവളിപ്പോൾ മ്യങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. കാര്യം മ്യങ് ആ കൊച്ചിന്റെ ട്യൂട്ടർ ആണെങ്കിലും അവർ തമ്മിൽ ഒരു സിസ്റ്റേഴ്സിന്റെ പോലുള്ള ഒരു ബോണ്ടിങ് ആണ് ഉള്ളത്. അങ്ങനെ അന്ന് വീട്ടിൽ നിന്ന് പോകുന്നേക്കാളും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വൈറ്റ് ചാറിൽ പൈസ ഉണ്ടെന്നും അതിന് എത്ര വേണമെങ്കിലും എടുത്തോളാനും ഒരു കൊച്ച് ഇപ്പൊ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ മ്യങ്ങ വന്ന് ഇതിന് ഒരു എമൗണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ സെർവന്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ചും കൂടി എടുത്തോളാനും എടുത്തിട്ട് ഈ ഒരു വീട്ടിൽ നിന്ന് പോയിക്കോളാനും ഇനി ഒരിക്കലും തിരിച്ചു വരരുതെന്നും ഇപ്പൊ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ എന്താണ് ആ ഒരു ലേഡി അങ്ങനെ പറഞ്ഞെന്ന് ആലോചിച്ച് മ്യങ്ങ ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് ഒരു കൊച്ചിന്റെ അമ്മ വന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. താനിപ്പോ വളരെയധികം റിച്ച് ആണെന്നും എനിക്ക് വേണ്ടതെല്ലാം ഉണ്ടെന്നും ഷാഗ് കൂടി തനിക്ക് മിസ്സായി പോയത് മര്യാദയ്ക്കുള്ള എഡ്യൂക്കേഷൻ കിട്ടാത്തതാണെന്നും എന്റെ മകൾക്കെങ്കിലും ഇങ്ങനെ ഒരു വിധി വരരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ആണ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തെന്നും ഇപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് മ്യങ്ങും സംസാരിക്കുന്നുണ്ട്. പക്ഷെ പിന്നീടാണ് ശരിക്കത്തുള്ള അവളുടെ ഉദ്ദേശം ഒരു കൊച്ചിന്റെ പാരന്റ് പറയുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ മകളെ പോലെ മുഖച്ചായുള്ള ഒരു പെൺകുട്ടീനെ ട്യൂട്ടറായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചതെന്നും എത്ര പൈസ വേണമെങ്കിലും നിനക്ക് തരാമെന്നും ആ ഒരു കുട്ടിക്ക് ഒരിക്കലും എഴുതിയെടുക്കാൻ പറ്റാത്ത ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ആ ഒരു പരീക്ഷ അവളുടെ പേരിൽ പോയിട്ട് എഴുതി അതിൽ ജയിച്ചു വരാനാണ് ഇപ്പൊ ഒരു റിച്ച് ആയിട്ടുള്ള ലേഡി യങ്ങിന്റെ അടുത്ത് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഒരു ലേഡി ഇപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് യങ്ങിന്റെ ഫോട്ടോയും ആ ഒരു കൊച്ചിന്റെ പേരും ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ഒരു ഐഡി ക്രിയേറ്റ് ചെയ്തതും എടുത്തിട്ട് യങ്ങിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് യങ്ങിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഒരു ടൈമിൽ ഓൾറെഡി ട്യൂട്ടറിങ് തന്നെ അവിടെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എനിക്കൊരു ഫ്യൂച്ചർ തന്നെ ഉണ്ടാവില്ലെന്നും ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു തെറ്റാണെന്നും പറഞ്ഞ് മ്യങ് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ എന്റെ ഫാമിലി സിറ്റുവേഷനും കണ്ടീഷനും ഒക്കെ എനിക്കറിയാമെന്നും ഇപ്പൊ നീ സിയോളിലേക്ക് വന്നേ പിന്നെ നിനക്ക് ഇവിടെ റെന്റിന് താമസിക്കാനായിട്ടുള്ള മുറി പോലും സെറ്റ് ആയിട്ടില്ലെന്നും അങ്ങനെ ഇരിക്കുന്ന ഒരു കണ്ടീഷനിൽ നിനക്കും നിന്റെ പാരന്റ്സിനും ജീവിക്കാനായിട്ട് ഇവിടുത്തെ വലിയൊരു ഫ്ലാറ്റിൽ ഒരു അപ്പാർട്ട്മെന്റ് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്നും ഇപ്പൊ ആ ഒരു റിച്ച് ആയിട്ടുള്ള ലേഡി അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഗ്വൻസിക്ക് ഇപ്പോൾ സിയോളിലേക്ക് എത്തിയിട്ട് ഇവിടെ ഹോസ്റ്റലിൽ ചേരാൻ പോകുന്ന പെൺകുട്ടികളുടെ ലിസ്റ്റൊക്കെ നോക്കുമ്പോൾ അതിൽ തന്റെ മകളുടെ പേരില്ലാത്തത് കാണുമ്പോൾ ഇനി വേറൊരു വീട് റെന്റിനെങ്ങാനും നോക്കേണ്ടി വരുമെന്ന് ഗ്വൻസിക്ക് ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയത്തേക്ക് തന്നെ അവിടേക്ക് അവൻ ഇതിനു മുമ്പ് കണ്ട് പരിചയമുള്ള ഒരു പയ്യൻ ഒരു ബൊക്കയുമായിട്ട് ഒരു സോൾജിയറിന്റെ യൂണിഫോമിൽ വരുന്നതും ഗ്വൻസിക്ക് കാണുന്നുണ്ട്. പിന്നീട് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് അന്ന് യങ്ങിന്റെ ഫോട്ടോ എടുത്ത ആ ഒരു പയ്യനാണെന്ന് ഗ്വൻസിക്ക് മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ അവൻ ഓൾറെഡി മ്യങ്ങിനോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്നും ഗ്വൻസിക്കിന് അറിയുന്നോണ്ട് തന്നെ അവനിപ്പോ ആ ഒരു പയ്യനെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ യങ് ആകട്ടെ യങ്ങുമായിട്ട് ഓൾറെഡി റിലേഷനിലായത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ ഒരു ബ്രേക്ക് കിട്ടിയ സമയത്ത് മ്യങ്ങിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോൾ എത്തിയിരിക്കുന്നത്. അതേ ടൈമിൽ തന്നെ ഗ്വൻസിക്ക് അവനെ ആകെ ഒരുമാതിരി നോക്കുന്നത് കാണുമ്പോൾ ഇയാൾക്ക് എന്താ പ്രാന്തായോ എന്ന് ആദ്യം അവൻ ചിന്തിക്കുന്നുണ്ടെങ്കിലും പിന്നീടാണ് ഇത് മ്യങ്ങിന്റെ ഫാദർ ആണെന്ന് തിരിച്ചറിഞ്ഞ് അവനിപ്പോ അച്ഛ എന്ന് വിളിച്ച് ഗ്വൻസിക്കിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആരാടാ നിന്റെ അച്ഛൻ എന്ന് ഗ്വൻസിക്ക് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ മ്യങ്ങിനെ കാണിക്കുമ്പോൾ ഇത്രയും വലിയ ഒരു ഓഫർ കിട്ടിയിട്ടും മ്യങ് ഇപ്പൊ അത് റിജക്ട് ചെയ്യുന്നുണ്ട്. കാര്യം തന്റെ വീട്ടുകാർക്ക് ഫിനാൻഷ്യലി കുറച്ചൊക്കെ ഡൗൺ ആണെങ്കിലും എന്നെ ചെറുപ്പം മുതൽ അവർ നല്ല മോറൽ വാല്യൂസ് തന്നിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നതെന്നും ഞാൻ ക്ലാസ്സിലേറ്റ് ലാസ്റ്റ്
ലാസ്റ്റ് ആയാലും കുഴപ്പമില്ലെന്നും പക്ഷെ ഒരിക്കലും ചീറ്റ് ചെയ്യരുതെന്നാണ് എന്നെ പഠിപ്പിച്ചതെന്നും ഇപ്പം യങ് പറയുന്നുണ്ട്. മാത്രമല്ല ആ ഒരു കുട്ടിക്ക് പഠിക്കാനായിട്ട് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലെന്നും അവൾക്ക് ഇഷ്ടം കൂടുതൽ എന്താണോ അതിനാണ് അവൾ വിടേണ്ടതെന്നും ഇപ്പം യങ് ആ ഒരു ലേഡിയുടെ അടുത്ത് പറയുമ്പോൾ ഇത് കേട്ടിട്ട് ആ ഒരു ലേഡി അവളുടെ അടുത്ത് വളരെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൾ ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വന്നിട്ട് അവളോട് നീ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്ന ഡയമണ്ട് റിംഗ് എവിടെയെന്ന് ചോദിക്കുന്നത്. അവരെനിക്ക് കുറച്ച് ക്യാഷ് തന്നിരുന്നു എന്നും ഡയമണ്ട് റിംഗ് ഒന്നും തന്നിട്ടില്ലെന്നും ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഒരു സെക്യൂരിറ്റി കേൾക്കാതെ അവിടുത്തെ ചേച്ചി അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്നിപ്പം എങ്ങനെ എടുത്ത് ചോദിക്കുമ്പോഴാണ് അവളിപ്പോ ശരിക്കും ട്രാപ്ഡ് ആയത് അവൾക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ വീണ്ടും ആ ഒരു ലേഡി അവളോട് ഇതൊക്കെ പറഞ്ഞ് മാക്സിമം അവളെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് ഞങ്ങതൊന്നും കേൾക്കുന്നില്ലെന്ന് മനസ്സിലാകുമ്പോൾ അവളുടെ ഫുൾ ബാക്ക് ഹിസ്റ്ററി പഠിച്ചതുകൊണ്ട് തന്നെ അവളുടെ പാരന്റ്സ് എത്ര കഷ്ടപ്പെട്ടാണ് അവളെ വളർത്തിയതെന്നും അവർക്ക് വേണ്ടിയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവരുടെ പാരന്റ്സിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് മ്യങ്ങാകട്ടെ താൻ ഒരിക്കലും ഇങ്ങനത്തെ വൃത്തിയായിട്ട പണികൾ ചെയ്യില്ലെന്നും എന്റെ മകൾക്ക് കഴിവുണ്ടെങ്കിൽ അവൾ അതൊക്കെ പഠിച്ചെടുത്തോളെന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന വൈറ്റ് ജാറിന്ന് കുറച്ച് പൈസ എടുത്ത് ഇത് ഞാൻ അവളെ പഠിപ്പിച്ചതിന് എനിക്ക് അർഹതയുള്ളതാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ പ്രസന്റിൽ ഇപ്പൊ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് പിടിച്ചു വെക്കുമ്പോൾ അവൾ ആ ഒരു പൈസ എടുത്ത് അയാളുടെ അടുത്ത് കൊടുത്തെങ്കിലും ഒരു ഡയമണ്ട് റിംഗ് എവിടെയെന്ന് ചോദിച്ചിട്ട് അയാൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അന്നത് എടുത്തിട്ടില്ലെന്ന് മ്യങ് ഒരുപാട് പറഞ്ഞെങ്കിലും അയാൾ സമ്മതിക്കാത്തതുകൊണ്ട് മ്യങ് ഇപ്പൊ നേരെ അവരുടെ അപ്പാർട്ട്മെന്റിൽ പോയിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ലേഡിയോട് അപ്പോളജൈസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും വാതിൽ തുറക്കാനും ഞാനൊരു ഡയമണ്ട് റിംഗ് എടുത്തിട്ടില്ലെന്ന് പറയാനും ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ ഇവിടേക്ക് പോലീസ് ഓഫീസേഴ്സ് വരുന്ന സീനും കാട്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ മ്യങ് അങ്ങനെ ശരിക്കും ട്രാപ്ഡ് ആയിട്ട് പോയിരിക്കുകയാണ്. ഇതേ സമയത്ത് ഈ ഒരു വാർത്ത മ്യങ്ങിനെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്വൻസിക്ക് അറിയാണെങ്കിൽ തീർച്ചയായും അതൊരിക്കലും ഗ്വൻസിക്കിന് സഹിക്കാൻ പോലും പറ്റില്ല. ഇനി മ്യങ്ങിന് എന്തൊക്കെ സംഭവിക്കുന്ന അറിയാനായിട്ട് അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് മറക്കരുത്. സോ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.